നമസ്കാരം. വാഗ്ഭടാചാര്യനുമായി ബന്ധപ്പെട്ട കഥകളും ഐതിഹ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. പുരാതന കാലത്തെ പ്രസിദ്ധനായ ആയുർവേദ ആചാര്യനാണ് വാഗ്ഭടൻ. ആയുർവേദത്തിലെ ത്രിമൂർത്തികളിൽ ചരകനും സുശ്രുതനും കഴിഞ്ഞാൽ മൂന്നാമനായി വാഗ്ഭടൻ കണക്കാക്കപ്പെടുന്നു. സിന്ധു തീരത്ത് 12ാം ദശകത്തിൽ വാഗ്ഭടൻ ജീവിച്ചിരുന്നതായി കണക്കാക്കപ്പെടുന്നു. അഷ്ടാംഗ ഹൃദയം, അഷ്ടാംഗ സംഗ്രഹം എന്നീ ആയുർവേദ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ബുദ്ധമത അനുയായിയായിരുന്നു വാഗ്ഭടൻ. ബുദ്ധമത പ്രചാരണാർത്ഥം 9ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ശ്രീലങ്ക വഴി കേരളത്തിലെത്തുകയും അങ്ങനെ കേരളീയർക്ക് അദ്ദേഹത്തിലൂടെ അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും അറിയാനിടയാവുകയും പ്രസ്തുത ഗ്രന്ഥങ്ങൾ കേരളീയ വൈദ്യശാസ്ത്രത്തിന്റെ ആണിക്കല്ലാകാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. വാഗ്ഭടന്റെ പിതാവ് സിംഹഗുപ്തനാണെന്നും ഗുരു ബുദ്ധമതക്കാരനായ അവലോകിതനുമായിരുന്നെന്നും ആണ് പണ്ഡിതമതം. പക്ഷേ കേരളത്തിൽ നിലനിന്നിരുന്ന ഐതിഹ്യം അനുസരിച്ച് അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നുവെന്നും വൈദ്യം പഠിക്കുന്നതിനിടയിൽ ആചാരലംഘനം ചെയ്തതിനാൽ ഭ്രഷ്ടനാക്കിയതാണെന്നും ഒരു ഐതിഹ്യമുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ അത് വിവരിക്കുന്നുണ്ട്. ആ ഐതിഹ്യകഥകളിലൂടെ നമുക്ക് പോകാം. ഒരു കാലത്ത് മുഹമ്മദിയരുടെ ആക്രമണവും പ്രാബല്യവും നിമിത്തം വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം അവരുടെ കൈവശമായി തീർന്നു. ബ്രാഹ്മണരുടെ കൈവശം ഗ്രന്ഥങ്ങളൊന്നുമില്ലാത്തതിനാൽ ആ ശാസ്ത്രം അഭ്യസിക്കുന്നവരും അഭ്യസിപ്പിക്കുന്നവരും ആരും തന്നെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ഇല്ലാതെയായി തീർന്നു. അങ്ങനെ ഒരു കാലം വന്നപ്പോൾ ആർക്കെങ്കിലും രോഗം പിടിപെട്ടാൽ മുഹമ്മദിയരുടെ അടുക്കൽ ചെല്ലുകയും അവർ പറയുന്നത് അനുസരിക്കുകയും ചെയ്യണമെന്ന സ്ഥിതി വരെ എത്തിയ കാര്യങ്ങൾ. മുഹമ്മദിയരുടെ ഇടയിൽ വൈദ്യശാസ്ത്രത്തിൽ നിപുണന്മാരായ പലരും പേരും പ്രശസ്തിയും നേടിയെടുക്കുക തന്നെ ചെയ്തു. ഈ സ്ഥിതി ബ്രാഹ്മണർക്ക് ആകമാനം അസ്വസ്ഥത ഉണ്ടാക്കി. അവർ അതിനാൽ പരദേശത്ത് പുഴക്കരയിലുള്ള ഒരു കെട്ടിടത്തിൽ അനേകം ബ്രാഹ്മണർ ഒരുമിച്ച് കൂടുകയും ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് ഒരു ഉപായം അന്വേഷിച്ചുകൊണ്ട് അവർ പല നിർദ്ദേശങ്ങളും മുൻപോട്ട് വയ്ക്കുകയും ചെയ്തു. മുഹമ്മദിയരെ ജയിച്ച് ഗ്രന്ഥങ്ങൾ കൈക്കലാക്കുവാൻ അവരുടെ പ്രബലതയുടെ സ്ഥിതിക്ക് സാധിക്കുമായിരുന്നില്ല. അവരുടെ അടുക്കൽ ചെന്ന് പഠിക്കണമെന്ന് കരുതിയാൽ അന്യജാതിക്കാരെയൊട്ട് അവർ പഠിപ്പിക്കുകയുമില്ല. മുഹമ്മദിയനായി ആരെങ്കിലും വേഷം മാറി അവിടെ ചെന്ന് പഠിച്ചു വരിക എന്ന ഉപാധിയെ എല്ലാവരും ആ ഉപാധിയിൽ എത്തിച്ചേർന്നു. അതിന് യോഗ്യനായ ഒരാളുടെ പേര് നിർദ്ദേശിക്കുവാൻ ആ യോഗത്തിൽ തീരുമാനമാവുകയും ചെയ്തു. ആ യോഗത്തിൽ വാഗ്ഭടൻ എന്ന ഒരു യുവാവും പങ്കെടുത്തിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ബുദ്ധിസാമർഥ്യമുള്ള വാഗ്ഭടൻ വേദശാസ്ത്രത്തിലും പുരാണ ഇതിഹാസങ്ങളിലും അതിനിപുണനായിരുന്നു. അതറിയാവുന്ന ചിലർ വാഗ്ഭടന്റെ പേര് യാതൊരു ശങ്കയും കൂടാതെ നിർദ്ദേശിക്കുകയും വാഗ്ഭടൻ ആ ഉദ്യമത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു. ആ പുഴയ്ക്ക് അക്കരെ വൈദ്യശാസ്ത്രത്തിൽ അതിനിപുണനും ധനവാനുമായിരുന്ന പ്രസിദ്ധനുമായിരുന്ന ഒരു വൈദ്യൻ താമസിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ ചെന്ന് പഠിക്കാമെന്ന് വാഗ്ഭടൻ തീരുമാനിക്കുകയും വേഷം മാറി മുഹമ്മദീയ വേഷത്തിൽ കുളിയും നിത്യകർമാനുഷ്ഠാനങ്ങളും ഈശ്വരപ്രാർത്ഥനയൊക്കെ നടത്തി വേദശാസ്ത്ര പഠനത്തിനായി അവിടേക്ക് തിരിക്കുകയും ചെയ്തു. വാഗ്ഭടാചാര്യൻ മുഹമ്മദീയ വേഷം ധരിച്ചുകൊണ്ട് ആ മുഹമ്മദീയ വൈദ്യന്റെ അടുക്കൽ ചെന്ന് വന്ദിച്ചു. അനേകം ശിഷ്യന്മാരെ അടുക്കലിരുത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന വൈദ്യൻ വാഗ്ഭടനെ കണ്ടപ്പോൾ സ്വജാതിയിൽപ്പെട്ട ആളാണെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് വാഗ്ഭടനോടായി ഇപ്രകാരം ചോദിച്ചു: നീ എവിടെ നിന്ന് വരുന്നു? എന്തിനിവിടേക്ക് വന്നു? വിനയാന്യതനായി നിൽക്കുന്ന വാഗ്ഭടൻ യാതൊരു ഭയാശങ്കയും കൂടാതെ വൈദ്യരോടായി ഇങ്ങനെ മറുപടി പറഞ്ഞു: കുറച്ച് വടക്കു നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങയുടെ പേരും പ്രശസ്തിയും കേട്ടപ്പോൾ തന്നെ ശിക്ഷിത്വം വരിക്കണമെന്ന് മനസ്സിൽ തോന്നി തുടങ്ങിയതാണ്. ഇപ്പോഴാണ് അതിന് തരപ്പെട്ടത്. വാഗ്ഭടന്റെ മറുപടിയിൽ സംതൃപ്തനായ വൈദ്യൻ വാഗ്ഭടന്റെ ബുദ്ധി സാമർഥ്യത്തെ കൂടി പരീക്ഷിച്ചതിന് ശേഷം അവിടെ പഠിക്കുവാൻ അനുമതി നൽകി. ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് ഊണും താമസവും എല്ലാം അവിടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ടാണ് നൽകിയിരുന്നത്. വൈദ്യരിൽ നിന്നും ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വാഗ്ഭടൻ മുഖത്ത് തെല്ല് സന്തോഷം പ്രകടമാക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എനിക്ക് ഈ നദിയുടെ മറുകരയിൽ ഒരു ബന്ധുഗ്രഹമുണ്ട്. അവിടെ ചാർച്ചയും വേഴ്ചയും ഒക്കെ ഉള്ളതിനാൽ അവിടെ താമസിച്ചുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കാനാണ് താല്പര്യം. വൈദ്യൻ വാഗ്ഭടന്റെ ആ ആഗ്രഹത്തിന് യാതൊരു തടസ്സവും പറഞ്ഞില്ല. അങ്ങനെ പകൽ വാഗ്ഭടൻ ഗുരുസന്നിധിയിൽ നിന്നും വൈദ്യശാസ്ത്ര പഠനം നടത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും രാവിലെ തിരിച്ചു വരികയും ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്.
ഇങ്ങനെ നാളുകൾ കടന്നുപോയി. വാഗ്ഭടന്റെ ഗുരുഭക്തിയും പഠനത്തോടുള്ള താല്പര്യവും മൂലം രാത്രികാലങ്ങളിൽ അവിടെ ചെന്ന് വൈദ്യം പഠിക്കുന്നതിനുള്ള അനുമതി വൈദ്യർ നൽകി. രാത്രിയിൽ വൈദ്യം പഠിക്കുന്നതിന് മറ്റു ശിഷ്യന്മാരെ ആ വൈദ്യർ അനുവദിച്ചില്ലായിരുന്നു എന്നതിനാൽ വാഗ്ഭടന് ഗുരുവിൽ നിന്നും പ്രത്യേക പരിഗണനയും കരുതലും ലഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെയും കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. വാഗ്ഭടൻ വൈദ്യശാസ്ത്ര പഠനം മിക്കവാറും പൂർത്തിയാക്കി കഴിഞ്ഞെങ്കിലും ഗുരുവിന് വാഗ്ഭടൻ ഇനിയും പഠിക്കാനുണ്ടെന്ന തോന്നൽ കലശലായി തോന്നുകയാൽ പിന്നെയും പിന്നെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനായി ക്ഷീണം തോന്നുമ്പോൾ വൈദ്യർ കട്ടിലിൽ കിടന്നുകൊണ്ട് വാഗ്ഭടന് വൈദ്യസംബന്ധമായ ഓരോരോ പ്രയോഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വാഗ്ഭടൻ കട്ടിലിന്റെ കാൽക്കലിരുന്നു കൊണ്ട് അവയെല്ലാം ഹൃദ്യസ്ഥമാക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഗുരു വാഗ്ഭടനോട് പറഞ്ഞു, എൻ്റെ കാല് വല്ലാതെ കഴയ്ക്കുന്നു, നീ കട്ടിലിൽ കയറിയിരുന്ന എൻ്റെ കാലൊന്ന് കുറച്ച് തലോടിത്ത എന്ന് പറഞ്ഞു. വാഗ്ഭടൻ ഒട്ടും മടിക്കാതെ തന്നെ അപ്രകാരം ചെയ്യാൻ ആരംഭിച്ചു. രാത്രി അധിക സമയം ആയതുകൊണ്ടും കാൽ തലോടുന്നതിൻ്റെ സുഖം കൊണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യർ ഉറങ്ങിത്തുടങ്ങി. അപ്പോൾ വാഗ്ഭടന്റെ മനസ്സിൽ മറ്റൊരു ചിന്ത മുട്ടിട്ടു. കഷ്ടം, എൻ്റെ വിധി ഇപ്രകാരമായി തീർന്നല്ലോ. ഒരു ഉത്തമ ബ്രാഹ്മണന കുലത്തിൽ ജനിച്ച് വേദശാസ്ത്ര പുരാണാതിഹാസങ്ങളെല്ലാം ഗ്രഹിച്ച് തനിക്ക് ഈ നീചന്റെ കാല് പിടിക്കുവാനാണല്ലോ ഇടയായത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. ചിന്തകൾ മനസ്സിനെ ദുഃഖിപ്പിച്ചപ്പോൾ വാഗ്ഭടന്റെ കണ്ണുകൾ നിറഞ്ഞു. 4-5 തുള്ളി കണ്ണുനീർ വൈദ്യന്റെ കാലുകളിൽ പതിച്ചു. ഉറക്കം ഞെട്ടി എഴുന്നേറ്റ വൈദ്യർ കണ്ടത് ശിഷ്യന്റെ കണ്ണുനീരൊഴുകുന്ന മുഖമാണ്. ഗുരുവിന് അപ്പോഴേ ശിഷ്യൻ തന്നെ ചതിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായി. നമ്മുടെ ജാതിക്കാരനല്ലാത്ത ഇവനെ വിട്ടയച്ചാൽ തനിക്ക് തന്നെ അപമാനമാണെന്ന് കരുതി തൊട്ടടുത്ത് കരുതിയിരുന്ന ഒരു വാൾ കയ്യിലെടുത്തു. ഇത് കണ്ട വാഗ്ഭടൻ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരനുണ്ടെന്ന സത്യവുമാണെങ്കിൽ തനിക്കൊന്നും പറ്റുകയില്ല എന്ന് മനസ്സിൽ കരുതി ആ മാളികയിൽ നിന്ന് താഴേക്ക് ചാടി. കാലിൽ ചെറിയ സ്വാധീനക്കുറവുണ്ടായെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. തിരികെ ബ്രാഹ്മണരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ കാലിന്റെ സ്വാധീനക്കുറവിന്റെ കാരണം അന്വേഷിച്ചു. അപ്പോൾ വാഗ്ഭടൻ അവരോട് പറഞ്ഞു, 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും ഈശ്വരനുമുണ്ടെന്നത് സത്യമാണെങ്കിൽ തനിക്ക് തരക്കേടൊന്നും പറ്റുകയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് 2 നില മുകളിൽ നിന്ന് താഴേക്ക് ചാടിയതെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഹ്മണരുടെ മറുപടി പ്രകാരമായിരുന്നു, സത്യമാണെങ്കിലെന്ന് കരുതിയപ്പോഴാണ് കരുതിയപ്പോൾ അതിലെ വിശ്വാസം തീരെയില്ല എന്നല്ലേ അർത്ഥമാക്കുന്നത് എന്നൊരു മറുചോദ്യം ചോദിച്ചു. വാഗ്ഭടന്റെ വാദഗതികളൊന്നും കേൾക്കുവാൻ തയ്യാറാകാതിരുന്ന അവർ അയാളെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടനാക്കി. വൈദ്യരുടെ അടുക്കൽ നിന്നും മറ്റൊരാൾ വൈദ്യശാസ്ത്ര വിദ്യകൾ സ്വന്തമാക്കുന്നത് എളുപ്പമല്ലെന്ന് അറിയാമായിരുന്ന വാഗ്ഭടൻ ആ നാട്ടിൽ തന്നെ കുറെ നാളുകൾ കൂടി താമസിച്ചുകൊണ്ട് അഷ്ടാംഗ സംഗ്രഹം എന്നൊരു ഗ്രന്ഥം എഴുതിയുണ്ടാക്കി. അത് പദ്യവും ഗദ്യവും കൂടി ആയിരുന്നതുകൊണ്ട് ആളുകൾക്ക് അത് ഹൃദ്യസ്ഥമാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചതിനാൽ അതിൽ വാഗ്ഭടൻ തൃപ്തനായില്ല. അഷ്ടാംഗ സംഗ്രഹം മറ്റുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ എല്ലാം സാരാംശങ്ങളെ സംഗ്രഹിച്ചുകൊണ്ട് വളരെ ചുരുക്കിയാണ് എഴുതിയിരുന്നത്. വാഗ്ഭടൻ സംഗ്രഹത്തെക്കാൾ ചുരുക്കമായിട്ടും എന്നാൽ എല്ലാ സംഗതികളും അടക്കിയും പദ്യങ്ങൾ മാത്രമായിട്ട് ഒരു ഗ്രന്ഥം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ആ നിശ്ചയത്തോടുകൂടി വാഗ്ഭടൻ ഉണ്ടാക്കിയതാണ് അഷ്ടാംഗ ഹൃദയം. അഷ്ടാംഗ ഹൃദയം വാഗ്ഭടൻ രചിക്കാനിടയായതിനെ കുറിച്ച് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. ധന്വന്തരി മഹർഷി ഒരിക്കൽ ഒരു പക്ഷിയുടെ രൂപത്തിൽ വൈദ്യന്മാരെ പരീക്ഷിക്കാനെത്തി. ആരാണ് രോഗമില്ലാത്തയാൾ എന്നായിരുന്നു പക്ഷിയുടെ ചോദ്യം. അതിന് വൈദ്യന്മാരെല്ലാം ആരും തന്നെ കൃത്യമായ ഉത്തരം നൽകിയില്ല. ഒടുവിൽ സിന്ധുദേശത്ത് പാർത്തിരുന്ന വാഗ്ഭടൻ എന്ന പ്രസിദ്ധ വൈദ്യൻ പക്ഷിക്ക് ഇങ്ങനെ മറുപടി നൽകി: ഹിതമായി ഭക്ഷിക്കുന്നവൻ, മിതമായി ഭക്ഷിക്കുന്നവൻ, ഇലക്കറി മാത്രം കൂട്ടി ഭക്ഷിക്കാത്തയാൾ, അതായത് സസ്യക്കറിയോടൊപ്പം മാംസ്യവും ഉപയോഗിക്കുന്നവൻ എന്നർത്ഥം. വാഗ്ഭടന്റെ ഉത്തരത്തിൽ സംതൃപ്തനായ ധന്വന്തരി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അഷ്ടാംഗ ഹൃദയം രചിക്കാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. വാഗ്ഭടൻ അഷ്ടാംഗ ഹൃദയം രചിച്ചു. അതിനുശേഷം ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അമരകോശം എന്നൊരു ഗ്രന്ഥവും ഉണ്ടാക്കി. ഈ ഗ്രന്ഥം അഭിധാന ഗ്രന്ഥങ്ങളുടെ സംഗ്രഹ ചുരുക്കവുമാണ്. ഈ 3 ഗ്രന്ഥങ്ങളും വാഗ്ഭടൻ ബ്രാഹ്മണരുടെ അടുക്കൽ കൊണ്ടു ചെന്നിട്ട് ഏൽപ്പിച്ചിട്ട് എങ്ങോട്ടോ നടന്ന് മറഞ്ഞു അത്രേ. വാഗ്ഭടൻ പോയതിനു ശേഷം പൃഷ്ടനാക്കിയ ആളുടെ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ബ്രാഹ്മണരുടെ ഇടയിൽ വലിയ
ചർച്ചയായി. അവസാനം അവർ മഹത്തായ ആ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഭ്രഷ്ടമാക്കിയ ഗ്രന്ഥങ്ങളാണെന്നുള്ള ഓർമ്മ നിലനിർത്തുന്നതിനായി ഏകാദശി നാൾ ഈ 3 ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചുകൂടെന്ന് അവർ തീരുമാനമെടുത്തു. അഷ്ടാംഗ സംഗ്രഹം, അഷ്ടാംഗ ഹൃദയം, അമരകോശം എന്നീ 3 ഗ്രന്ഥങ്ങളും ഏകാദശി നാളിൽ പഠിക്കുകയും ചെയ്യില്ല. ബുദ്ധമത അനുയായിയായിരുന്ന വാഗ്ഭടൻ ശ്രീലങ്കയിലേക്ക് കുടിയേറുകയും അങ്ങനെ അദ്ദേഹം അഷ്ടാംഗ ഹൃദയവും അഷ്ടാംഗ സംഗ്രഹവും ശ്രീലങ്കയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ശ്രീലങ്കയിൽ നിന്ന് വാഗ്ഭടൻ കേരളത്തിൽ എത്തിയതായി കരുതപ്പെടുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ 2 ഗ്രന്ഥങ്ങൾക്കും കേരളത്തിൽ വലിയ പ്രചാരം സിദ്ധിച്ചു. കേരളത്തിൽ ഏറെ പ്രചാരമുണ്ടായിരുന്ന ഒന്നാണ് അഷ്ടാംഗ ഹൃദയ ചികിത്സാ സമ്പ്രദായം. വടക്കേ ഇന്ത്യയിൽ ചരക സംഹിതയ്ക്കായിരുന്നു അന്ന് പ്രാധാന്യം കൂടുതൽ കൊടുത്തിരുന്നത്. ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.